ഇന്ന് പിള്ളേരെ പറ്റിക്കുന്ന ഒരു പരിപാടിയാണേ. ഇഡലിയൊക്കെ കഴിക്കാനേ മടിയുള്ള പിള്ളേരാണെങ്കിലേ നമുക്ക് ഇന്ന് ഇച്ചിരി വെജിറ്റബിൾസ് ഒക്കെ ചേർത്തിട്ട് ഒരു എന്താ പറയാ അവരെ ഒന്ന് പറ്റിച്ചാലോ, എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ എപ്പോഴും ഇഡലിയൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേനും ഒരു ദിവസം അല്ല 2 ദിവസം കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര മടുപ്പാ. അപ്പൊ ഞാന് ഇവിടുത്തെ പിള്ളേരെ പറ്റിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു പരിപാടി കാണിച്ചു തരാവേ. എങ്ങനെയാണെന്ന് നോക്കാം. ബായോ, ഇഡലി ഉണ്ടാക്കിയത് ഇരിക്കുക കണ്ടോ. ഇതിനകത്തുനിന്ന് നമ്മൾ ഇങ്ങനെ ഇഡലി എടുത്തിട്ടേ ഇങ്ങനെ മുറിക്കണം. നല്ല സോഫ്റ്റ് ഇഡലിയാ, എന്നാ പോലും തിന്നില്ല. ഇത് കണ്ടോ, കുറച്ച് എടുക്കുന്നുള്ള. ഇനി ഇതിലേക്കില്ലേ കുറച്ച് മഞ്ഞപ്പൊടി, ഒരു നുള്ള മുളക് പൊടിയെ. ഇതൊന്ന് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് അവിടെ വെക്കാം കേട്ടോ. കാണുമ്പോൾ ഒരു കളർഫുള്ളൊക്കെ വേണ്ടേ. കുഞ്ഞുങ്ങൾക്കാവുമ്പോൾ എരിവ് നോക്കിയിട്ട് ചേർത്താൽ മതി കേട്ടോ. ഇനി സ്റ്റൗ ഒക്കെ ഓൺ ചെയ്തിട്ട് ഒരു പാൻ എടുപ്പ് വെച്ചിട്ടുണ്ട്. അതിലേക്ക് പാൻ ചൂടാവുമ്പോൾ അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഈ ഇഡലി ഒന്ന് ഇട്ട് കൊടുക്കണേ. ചെറുതായിട്ടൊന്ന് ഒരു ഷാലോ ഫ്രൈ. നമ്മുടെ ഇഡലിയൊക്കെ ഒന്ന് ഷാലോ ഫ്രൈ ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം. കുറച്ച് എണ്ണ ഒഴിച്ചിട്ട്, ആദ്യവും നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ. ഇച്ചിരി കടുക് ഇട്ട് കൊടുക്കും. അതിലേക്ക് 2 വറ്റൽമുളക് ഇട്ടു. വറ്റൽമുളക് ഇട്ടു. അതിലേക്ക് നമുക്ക് കറിവേപ്പില ഇട്ടു. കുറച്ച് സവോള, ഇവിടെ ക്യാരറ്റ്, കുറച്ച് പച്ചമുളക്. കുഞ്ഞുങ്ങൾക്കാവുമ്പം മുളക് ഇട്ടില്ലേലും കുഴപ്പമില്ല കേട്ടോ. കുറച്ച് ഉപ്പിട്ട് കൊടുക്കണേ. ക്യാരറ്റും സവോളയൊക്കെ ഇല്ലേ ഒത്തിരി അങ്ങനെ വഴന്നു പോരുത് കേട്ടോ. ആ പച്ചച്ചവയൊന്ന് മാറിയാൽ മതിയേ. ഒരു കടിയൊക്കെ വേണം. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു തക്കാളി അരിഞ്ഞു വെച്ചത്. ഇതും ഒരുപാട് വാടി അങ്ങനെ പോകണ്ട കേട്ടോ. ഇതിനകത്ത് ഇനി എന്തൊക്കെ പച്ചക്കറി വേണമെങ്കിലും ഇടാം. ബീൻസ് ഇടാം, നമ്മുടെ കോൺ ഇടാം. സ്വീറ്റ് കോൺ അല്ലേ, അതിടാം. നമ്മുടെ ഗ്രീൻ പീസ് ഇടാം. അങ്ങനെ നിങ്ങളുടെ കയ്യിലുള്ള എന്ത് പച്ചക്കറി ഉണ്ടെങ്കിലും അതെല്ലാം ഇടാം കേട്ടോ. ഇനി ഇതിനാവശ്യമുള്ള ഒരു പിഞ്ച് മുളക് പൊടിയെ, ഒത്തിരി ഇടരുത്, ഒരു പിഞ്ച്. ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി. വേഗം ഉണ്ടാക്കാം കേട്ടോ. ഒരു ടിഫിനായിട്ട് നമുക്ക് കൊടുത്തു വിടാം. തക്കാളിയും അധികം വാടണ്ട, ഇത്ര മതിയേ. ഇനിയില്ലേ നമ്മുടെ ഇഡലി ഇതിനകത്തോട്ട് ഇടാം. ഷാലോ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഇഡലി. ഇനിയില്ലേ ലാസ്റ്റ് മല്ലിയില ഇട്ട് കൊടുക്കാവേ. കഴിഞ്ഞു പരിപാടി. ഒരു പ്ലേറ്റിലേക്ക് മാറ്റി. നമുക്ക് ഇനി കുഞ്ഞുങ്ങൾക്കൊക്കെ വേണമെങ്കിൽ ഒരു ഇച്ചിരി സോസ് ഇങ്ങനെ ഒന്ന് വെറുതെ ഒന്ന് ഒഴിച്ചു കൊടുക്കാവേ. എല്ലാം ആക്കി കഴിഞ്ഞതിന് ശേഷം. അവരതൊക്കെയാണല്ലോ അവർക്ക് ഇഷ്ടം. ഇല്ല എങ്കിൽ ഇങ്ങനെ തന്നെ കൊടുത്തു വിട്ടാൽ മതി. എരിവൊക്കെ കുറച്ച് ലഞ്ച് ബോക്സിൽ കൊടുത്തു വിടാം. പിന്നെ എന്താ പറയാ, ചിലവരൊക്കെ വിചാരിക്കുവേ നല്ലൊരു ഇഡലി എന്തിനാ വെറുതെ ഇങ്ങനെയൊക്കെ ആക്കുന്നത്. വെറൈറ്റികൾ ആഗ്രഹിക്കുന്നവരും പിള്ളേരെയൊക്കെ വളർത്തുന്നവർക്കറിയാം ഇവർ ഒന്നും കഴിക്കത്തില്ല. അപ്പൊ അവർക്ക് എപ്പോഴും
ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ മാറി മാറി ചെയ്തു കൊടുത്തേ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള അമ്മമാർ എന്തായാലും ഉണ്ടാക്കി നോക്കിക്കോ. പിന്നെ എന്താ പറയുക, പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. നമുക്കത് കഴിച്ചു നോക്കട്ടെ. അപ്പം എന്തായാലും ഉണ്ടാക്കി നോക്കണേ. എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണം. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ബൈ.